ന്യൂസ് 16 കേരള. താലിബാൻ ഡൽഹിയിൽ എംബസി തുറക്കും. ഔദ്യോഗിക പരിപാടികളിലോ നയതന്ത്ര വാഹനങ്ങളിലോ താലിബാന്റെ പതാക പാടില്ല. താലിബാൻ ഡൽഹിയിൽ എംബസി തുറക്കും. ഔദ്യോഗിക പരിപാടികളിലോ നയതന്ത്ര വാഹനങ്ങളിലോ താലിബാന്റെ പതാക പാടില്ല. തലസ്ഥാനമായ ഡൽഹിയിൽ എംബസി തുറക്കാനുള്ള താലിബാൻ ഭരണകൂടത്തിന്റെ അപേക്ഷയോട് അനുകൂലമായി പ്രതികരിച്ച് കേന്ദ്ര സർക്കാർ അഫ്ഗാനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിനും മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചുവരുന്ന സ്വാധീനത്തെ ചെറുക്കുന്നതിനുമുള്ള ഏറ്റവും പുതിയ ചുവടുവയ്പായാണ് നടപടിയെ കേന്ദ്ര സർക്കാർ വിശേഷിപ്പിക്കുന്നത്. താലിബാൻ ഉദ്യോഗസ്ഥനെ ഔദ്യോഗിക നയതന്ത്രജ്ഞനായി ഇന്ത്യ അംഗീകരിക്കില്ലെങ്കിലും രാജ്യത്തെ അഫ്ഗാനിസ്ഥാന്റെ ഉന്നത പ്രതിനിധി എന്ന പദവിയായിരിക്കും ഉണ്ടാകുക. എംബസിയിലോ ഔദ്യോഗിക പരിപാടികളിലോ നയതന്ത്ര വാഹനങ്ങളിലോ താലിബാന്റെ പതാക പാടില്ലെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. താലിബാന്റെ ഖത്തർ ആസ്ഥാനമായ വക്താവും പ്രധാന നയതന്ത്രജ്ഞനുമായ സുഹൈൽ ഷെയ്ഖിന്റെ മകൻ നജീബ് ഷെയ്ഖിന്റെ പേരാണ് ഡൽഹിയിലെ പ്രതിനിധിയായി താലിബാൻ ഉയർത്തിക്കാട്ടുന്നത്. താലിബാന്റെ വിദേശകാര്യ മന്ത്രാലയത്തിൽ ജോലി ചെയ്യുന്ന ഷൗക്കത്ത് അഹമ്മദ് സായിയുടെ പേരും പരിഗണനയിലുണ്ട്. എംബസിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഉദ്യോഗസ്ഥരുടെ പേർ താലിബാൻ കൈമാറി. 2022 US അധിനിവേശ സൈന്യം അഫ്ഗാൻ വിട്ടതിനെ തുടർന്ന് താലിബാൻ അധികാരത്തിൽ വന്നതോടെയാണ് ഡൽഹിയിലെ അഫ്ഗാൻ എംബസി ഇന്ത്യ അടച്ചത്. ഇതോടൊപ്പം കാബൂളിലെ ഇന്ത്യൻ എംബസിയും അടച്ചു. ഡൽഹിയിലെ എംബസി അടച്ചെങ്കിലും താലിബാനെ അകറ്റാതെ തന്ത്രപ്രധാനമായ സമീപനമായിരുന്നു ഇന്ത്യ സ്വീകരിച്ചത്. മേഖലയിലെ പ്രധാന എതിരാളികളായ ചൈനയും പാകിസ്ഥാനും താലിബാനുമായി അടുപ്പം കാണിക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് അഫ്ഗാൻ ഭരണകൂടവുമായി 2023 ഇന്ത്യ ഔദ്യോഗിക ചർച്ചകൾക്ക് തുടക്കമിട്ടു. തുടർന്ന് രാജ്യത്തെയും മുതിർന്ന ഉദ്യോഗസ്ഥർ തമ്മിലും പലതവണ ചർച്ച നടക്കുകയുണ്ടായി. ഇതിനൊടുവിലാണ് എംബസി തുറക്കാനുള്ള ധാരണയിലെത്തിയത്. ഇതുവരെ ചൈന, പാകിസ്ഥാൻ, റഷ്യ എന്നിവയുടെ ഉൾപ്പെടെ ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് താലിബാൻ നയതന്ത്രജ്ഞരെ അംഗീകരിച്ചിട്ടുള്ളൂ. ചൈനയാണ് ആദ്യം അംഗീകരിച്ചത്. താലിബാൻ പ്രതിനിധിക്ക് നയതന്ത്ര യോഗ്യത നൽകുന്ന ആദ്യ രാജ്യവും ചൈനയാണ്. മധ്യേഷ്യയെ ദക്ഷിണേഷ്യയുമായി ബന്ധിപ്പിക്കുന്ന അഫ്ഗാന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ഇന്ത്യക്കും ചൈനയ്ക്കും നിർണായകമാണ്. ചൈനീസ് കമ്പനികൾ അഫ്ഗാന്റെ ഖനന, അടിസ്ഥാന സൗകര്യ മേഖലകളിൽ വൻ നിക്ഷേപമാണ് നടത്തിവരുന്നത്. അഫ്ഗാനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന വഖാൻ ഇടനാഴിയിലൂടെ റോഡ് നിർമ്മാണത്തിന് താലിബാൻ പദ്ധതിയിടുന്നുണ്ട്. നിർദ്ദിഷ്ട പാത മധ്യേഷ്യയിലേക്കും പശ്ചിമേഷ്യയിലേക്കും ചൈനയ്ക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കും. ഈ സാഹചര്യത്തിൽ താലിബാൻ അകറ്റിയാൽ അവർ ചൈനയുമായി കൂടുതൽ അടുക്കുമെന്ന ആശങ്കയാണ് ഇന്ത്യക്കുള്ളത്. ന്യൂസ് ഡെസ്ക്. പക്ഷമില്ല, വിവേചനമില്ല. നേരിനൊപ്പം, നാടിനൊപ്പം, നാട്ടുകാർക്കൊപ്പം. ന്യൂസ് 16 കേരള ചാനൽ.